ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത് നമ്മുടെ സ്റ്റേജസ് ഇൻ പ്രൊജക്റ്റ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെ സ്റ്റേജസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒരു 7 സ്റ്റേജസ് ആയിട്ട് 6-7 സ്റ്റേജസ് ആയിട്ട് അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചിരുന്നു. പ്രൊജക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ വേരിയസ് സ്റ്റെപ്സ് പഠിച്ചിരുന്നു. അതിൽ തന്നെ നമ്മൾ പഠിച്ച 2 ടൈമാണ് ഫീസിബിലിറ്റി അനാലിസിസും അതുപോലെ നെറ്റ്വർക്ക് അനാലിസിസും. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു പ്രൊജക്റ്റ് ഇവാലുവേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽഡായിട്ട് 2 പാരഗ്രാഫിലായിട്ട് തന്നിട്ടുണ്ട്, 2 പേജിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫീസിബിലിറ്റി അനാലിസിസ് എന്താണെന്നും അതുപോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്നും നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പോൾ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 132. ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിതിൻ ദ ലിമിറ്റേഷൻ ആൻഡ് കൺസ്ട്രൈൻസ്, അതിനുള്ളിൽ നിന്നുകൊണ്ട് ലിമിറ്റേഷൻസിനെ കൺസ്ട്രൈൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിഫറെൻ്റ് ആസ്പെക്റ്റിൽ നിന്ന് ഒരു പ്രൊജക്റ്റിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് അനാലിസിസ് ഈസ് അണ്ടർടേക്കൻ ടു അസർട്ടൈൻ ദ ഡിസൈറബിലിറ്റി ഓഫ് ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ഐഡിയയിലോട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത് എത്രത്തോളം ഈ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആകും, എത്രത്തോളം ഡിസൈറബിൾ ആകും എന്നുള്ള കാര്യം ഫീസിബിലിറ്റി അനാലിസിസ് നടത്തിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. The viability of the project ideas is evaluated on the basis of marketing, technology, financial and other considerations with the supporting data and then presented in a systematic manner. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയനെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ബേസിസിൽ അതുപോലെ ഫിനാൻഷ്യൽ ബേസിസിലൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിനുള്ള സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീസിബിലിറ്റി അനാലിസിസ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ 2 ആയിട്ട് തിരിക്കാം. പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി. 2 സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫസ്റ്റ് വൺ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി. പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് മുമ്പ് നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് നമുക്ക് ഒരുപാട് ടൈം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് ഒരുപാട് കോസ്റ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ടൈമും കോസ്റ്റും നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് മാറ്റി വെക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഈ സ്റ്റഡി നടത്തുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ ആസ്പെക്റ്റുകളാണ് നമ്മൾ സ്റ്റഡി നടത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്റ്റഡിയാണ് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രിലിമിനറി അസസ്മെൻറ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഐഡിയ. അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസിന് മുമ്പ് തന്നെ ഒരു പ്രിലിമിനറി അസസ് ചെയ്യുന്ന, പ്രിലിമിനറി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കുകയും. First one, to determine whether the investment opportunity is so promising that an investment decision can be taken on the basis of the information elaborated at the pre-feasibility study. അപ്പോൾ ഒന്നാമത്തെ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഫണ്ട് വകയിരുത്തുന്നതിനുള്ള എത്ര ഫണ്ടാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്, അതിനുള്ള പ്രൊജക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫണ്ടിങ് ഡിസിഷൻ എടുക്കാനുള്ള പ്രൊജക്റ്റ് ഉണ്ടോ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഒന്നാമത് തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും കൂടി വെച്ചിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ടു ഡിസൈഡ് വെദർ ദ പ്രൊജക്റ്റ് കൺസെപ്റ്റ് ജസ്റ്റിഫൈസ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ബൈ എ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തേണ്ടത് എത്രമാത്രം ആവശ്യകതയാണല്ലോ, എത്രത്തോളം പ്രായോഗികത അതിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ടു സീ വെദർ എനി ആസ്പെക്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഈസ് എസെൻഷ്യൽ ടു ഇറ്റ്സ് ഫീസിബിലിറ്റി ആൻഡ് വെദർ ഇറ്റ് നെസസിറ്റി എനി ഇൻ ഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ ത്രൂ
ത്രൂ ഫങ്ഷണൽ ഓർ സപ്പോർട്ട് സ്റ്റഡീസ് സച്ച് ആസ് മാർക്കറ്റ് സർവീസ്, ലബോറട്ടറി ടെസ്റ്റ്, പൈലറ്റ് പ്ലാൻ ടെസ്റ്റ് എക്സെട്ര. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്ന വഴി നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ഇൻഡെപ്ത് സ്റ്റഡി ആവശ്യമുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ മാർക്കറ്റ് സർവേയോ ലബോറട്ടറി ടെസ്റ്റോ പൈലറ്റ് പ്ലാൻ ടെസ്റ്റോ ഒക്കെ നടത്തണമെങ്കിൽ അത് ഏത് ആസ്പെക്റ്റിലായിരിക്കണം നടത്തേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി വഴി മനസ്സിലാവുന്നു. അപ്പോൾ ഒരു ഇൻഡെപ്ത് സ്റ്റഡി ആവശ്യമുള്ള ഏത് ആസ്പെക്റ്റിലാണെന്നുള്ള കാര്യം പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി വഴിയാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നതെന്നാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് വൺ, ടു ഡിറ്റർമിൻ വെദർ ദി ഇൻഫർമേഷൻ ഈസ് ആഡിക്വേറ്റ് ടു റിയലൈസ് ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് നൈദർ എ വയബിൾ പ്രൊപ്പോസിഷൻ നോർ ആൻ അട്രാക്റ്റീവ് വൺ ഫോർ എ പർട്ടിക്കുലർ ഇൻവെസ്റ്റർ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ആ രീതിയിലുള്ളതാണോ, അല്ലെങ്കിൽ നമ്മളൊരു വയബിളായിട്ടുള്ള പ്രൊപ്പോസിഷനാണോ നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാകാനായിട്ടും നമുക്ക് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ ഏത് തരം പ്രൊജക്റ്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമാണ്, അതിലോട്ട് ഫണ്ട് മുടക്കാൻ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റ് ഐഡിയ ആണോ, അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ളൊരു പ്രൊജക്റ്റ് പ്രൊപ്പോസിഷനാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രിലിമിനറി ഇവാലുവേഷൻ മാത്രമാണ്. ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താ, ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അപ്പോൾ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ചില ആസ്പെക്റ്റുകളും അതുപോലെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഐഡിയ എത്രത്തോളം വയബിളാണ് എന്ന് പറഞ്ഞുള്ള ഒരു ജസ്റ്റ് ഒരു പ്രിലിമിനറി ഇവാലുവേഷൻ മാത്രമാണ് നടത്തുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് വന്നിരിക്കുന്നത് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് ഇൻ പ്രൊജക്റ്റ് അനാലിസിസ്. ഫീസിബിലിറ്റി സ്റ്റഡി കൺസിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്രൊജക്റ്റ് ഫ്രം 6 ഡിഫറെൻറ്റ് ആസ്പെക്റ്റ്. അപ്പം ഒരു പ്രൊജക്റ്റ് അനാലിസിസിലെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം ഫീസിബിലിറ്റി സ്റ്റഡിക്കുള്ളിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനെ 6 ആസ്പെക്റ്റിലാണ് സ്റ്റഡി നടത്തുന്നത്. ഏതൊക്കെയാണത്? ഇക്കണോമിക്, ടെക്നിക്കൽ, മാനേജീരിയൽ, ഓർഗനൈസേഷണൽ, കൊമേഴ്സ്യൽ ആൻഡ് ഫിനാൻഷ്യൽ. ഇക്കണോമിക്, ടെക്നിക്കൽ, മാനേജീരിയൽ, ഓർഗനൈസേഷൻ, കൊമേഴ്സ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ഒന്ന് ഓർത്തിരുന്നോണം, മറന്നു പോകാതെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഈ 6 ആസ്പെക്റ്റ് വഴിയാണ് നമ്മൾ 6 ആസ്പെക്റ്റിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ സ്റ്റഡി നടത്തുന്നത്. ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡിഫറെൻറ്റ് ആസ്പെക്ട് വേരീസ് കൺസിഡറബിളി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പം ഈ 6 ആസ്പെക്റ്റും എല്ലാ പ്രൊജക്റ്റ് ഐഡിയാസിനും സിമിലർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഐഡിയയുടെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ടൈപ്പ് അനുസരിച്ച് ഈ 6 ആസ്പെക്റ്റുകളും ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷനിലായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു പ്രൊജക്റ്റ് നടത്തുന്നത് നമ്മൾ ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലാണ് പ്രൊജക്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കൂടുതലായിട്ടും നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കത്തില്ല. അവിടെ കൂടുതൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന ആസ്പെക്റ്റിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പൊതുജനങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പം ഓരോ പ്രൊജക്റ്റിൻ്റെയും നേച്ചർ അല്ലെങ്കിൽ ടൈപ്പ് അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളുടെ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ദ ഫീസിബിലിറ്റി സ്റ്റഡി കൺസിഡേഴ്സ് ദ അട്രാക്റ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്, ദ സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ഫോർ ദ ഇൻപുട്ട് ആൻഡ് ഓൾസോ ദ വേരിയിങ് ടെക്നോളജീസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നത് നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഉണ്ടോ എന്ന് നമ്മൾ അനാലിസിസ് നടത്തും. അതുപോലെ തന്നെ നമ്മളുടെ ഇൻപുട്ടിന് മറ്റേതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ സ്റ്റഡി നടത്തും. അതുകൂടാതെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി, വേരിയിങ് ടെക്നോളജിയെക്കുറിച്ചുള്ള സ്റ്റഡിയും ഫീസിബിലിറ്റി സ്റ്റഡിക്കകത്ത് വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷനോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടോ അതല്ലെങ്കിൽ വേരിയിങ് ടെക്നോളജീസോ ഇതിനൊക്കെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത്. ആഫ്റ്റർ എ കെയർഫുൾ ഇവാലുവേഷൻ ഓഫ് ദീസ്, ദ ഓണ്ടർപ്രണർ വിൽ ഹാവ് ടു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് തിങ് ഫോർ ഹിസ് പ്രൊജക്റ്റ് ആൻഡ് ഗീവ് അപ്പ് ദ അതേഴ്സ്. അപ്പം ഏറ്റവും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആസ്പെക്റ്റിൽ നിന്നും കെയർഫുൾ ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രം ഒരു ഓണ്ടർപ്രണർ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻപുട്സും അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജിയും സെലക്ട് ചെയ്യുകയും മറ്റുള്ളവയെല്ലാം ഗീവ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരേണ്ടത് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദീസ് 6 ആസ്പെക്റ്റ് എന്നുള്ളതാണ്.
അടുത്തത് ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റഡി വിച്ച് കവേഴ്സ് ഓൾ ദ ആസ്പെക്ട് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് സച്ച് ആസ് പോസിബിൾ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഫോർ പ്രൊഡക്ഷൻ പ്രോഗ്രാം, ലൊക്കേഷൻ ഓഫ് ദി എൻ്റർപ്രൈസ്, ടെക്നോളജി ടു ബി അഡോപ്റ്റഡ്, ഓർഗനൈസേഷണൽ സെറ്റപ്പ് എക്സെട്ര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ പ്രൊജക്റ്റിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനും കൂടി നമ്മൾ സ്റ്റഡി നടത്തും ഫീസിബിലിറ്റി സ്റ്റഡി വരുമ്പോഴത്തേനും. ഇപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു കോഴ്സസ് ഓഫ് ആക്ഷൻ നമുക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതിനെക്കുറിച്ചും ഓൾറെഡി തന്നെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ സ്റ്റഡി നടത്തിയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വരുമ്പോഴത്തേനും ബാക്കിയെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പം ഫീസിബിലിറ്റി സ്റ്റഡിയും പ്രീ ഫീസിബിലിറ്റി സ്റ്റഡീനെ കുറിച്ചും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പം നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ഇവാലുവേഷൻ ഒരു സ്റ്റേജിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറഞ്ഞിരിക്കുന്നുള്ളൂ. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഓഫ് എ പ്രൊജക്റ്റ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിമ്പിൾസ് കണക്റ്റഡ് with each other in a sequential relationship with each step contributing to the completion of a project or event. അപ്പം നെറ്റ്വർക്ക് അനാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ബന്ധിച്ചിരിക്കും. ഒരു ആക്ടിവിറ്റിക്ക് ശേഷം എന്താണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത്, ഓരോ ആക്ടിവിറ്റിക്കും എത്ര കോസ്റ്റ് ആകും, എത്ര ടൈം എടുക്കും, അതുപോലെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എങ്ങനെയാണ് റിസോഴ്സസ് എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് വഴി സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം ടൈമോ എത്രത്തോളം കോസ്റ്റ് എത്രത്തോളം റിസോഴ്സസ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ് നെറ്റ്വർക്ക് അനാലിസിസ് വഴി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിലേസ് ഇൻ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ് ലീഡ്സ് ടു എക്സസ് കോസ്റ്റ് ഫോർ ദ പ്രൊജക്റ്റ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡിലേ ഇൻ കംപ്ലീഷൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊജക്റ്റ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് സോ ആസ് ടു അക്കംപ്ലിഷ് ദ പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്സ് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് റിസോഴ്സ്. ദി പ്രൊജക്റ്റ് പ്രോസസ് ഈസ് നോൺ ആസ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ്. അപ്പം ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട്, ഓരോ കോസ്റ്റ് ലിമിറ്റ് വെച്ചിട്ട്, ഓരോ റിസോഴ്സസ് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ സീക്വൻഷ്യലായിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നും ഇതറിയപ്പെടുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കിക്കേ. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട്, സെക്കൻഡ് ടോട്ടൽ ടൈം മിനിമൈസ് ചെയ്യാനായിട്ട്, നെക്സ്റ്റ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ഫോർ എ ഗീവൺ ടോട്ടൽ ടൈം. അപ്പം ആദ്യം പറഞ്ഞു ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ടാണെന്നും, രണ്ടാമത് ടോട്ടൽ ടൈം മിനിമൈസ് ചെയ്യാനാണെന്നും, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാര്യം തന്നെ നമ്മളോട് തിരിച്ചും പറഞ്ഞിരിക്കുകയാണ്, മിനിമൈസേഷൻ ഓഫ് ടൈം ഫോർ എ ഗിവൺ കോസ്റ്റ്. ഒരു പർട്ടിക്കുലർ കോസ്റ്റിനുള്ളിൽ വെച്ച് ചെയ്ത് ആ ടൈം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ള ഐഡൽ റിസോഴ്സസ് മിനിമൈസ് ചെയ്യുക, കൂടുതലും ഐഡൽ റിസോഴ്സസ് വരാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പ്രൊഡക്ഷൻ ഡിലേസ്, ഇൻറ്ററപ്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്യുക. ദെൻ പ്ലാനിങ്, സ്കെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുകയും സ്കെഡ്യൂൾ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് നടത്തുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. എന്തൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് നോക്കി. പ്രൊജക്റ്റ് ഫോർമുലേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ആർ ദ ടു ഫങ്ഷൻസ് ഓഫ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. While project formulation helps the scientific selection of project, implementation helps in the proper allocation of time and resources. Project design and network analysis are utilized for effective implementation of the project. അപ്പം ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷൻ, ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഫോർമുലേഷൻ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റായിട്ട് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ പ്രോപ്പറായിട്ടൊരു പ്രൊജക്റ്റ് ഡിസൈൻ വേണം, ഒരു നെറ്റ്വർക്ക് അനാലിസിസ് വേണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കി, അല്ലെങ്കിൽ ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. നെറ്റ്വർക്ക് ടെക്നിക് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ദ കോംപ്ലിക്കേറ്റഡ് പ്രൊജക്റ്റ്, കൺട്രോളിങ് ദ വർക്ക് പ്ലാൻ ആൻഡ് കീപ്പിംഗ് ദ പ്ലാൻ അപ് ടു ഡേറ്റ്. ആദ്യത്തെ ബെനിഫിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇതാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെ പ്ലാനിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഓരോന്നും കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും, അതുപോലെ തന്നെ പ്ലാനിനെ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാനായിട്ടും, പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതനുസരിച്ചാണോ പോകുന്നതെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്താനായിട്ടും നമുക്ക് നെറ്റ്വർക്ക് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ഗോയിങ് ആസ്ട്രേ വൈൽ മേക്കിംഗ് ദ പ്ലാൻ ഫോർ ദ പ്രൊജക്റ്റ്. അപ്പം നമ്മളൊരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ
നമ്മൾ ആ ഒരു സ്കെഡ്യൂൾ അനുസരിച്ചല്ല പോകുന്നതെന്ന് നോക്കാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പ്രോപ്പർ ചെക്ക് ചെയ്യാനായിട്ടും ഒരു സേഫ് ഗാർഡായിട്ടാണ് നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി തന്നെയാണ്, അതിൽ നിന്നും വഴിതെറ്റി പോകുന്നില്ല എന്ന് ചെക്ക് ചെയ്യാനായിട്ടും സേഫ് ഗാർഡായിട്ടും നെറ്റ്വർക്ക് അനാലിസിസ് നിലനിൽക്കുന്നു. ദെൻ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ദിസ് ടെക്നിക് അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ അച്ചീവിങ് ദ ഗോൾസ് വിതിൻ മിനിമം ടൈം ആൻഡ് വിത്ത് ദ ലീസ്റ്റ് കോസ്റ്റ്. അപ്പം ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും മിനിമം ടൈമിനുള്ളിൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, നെറ്റ്വർക്ക് ടെക്നിക് ഹാസ് റിസൾട്ടഡ് ഇൻ ബെറ്റർ മാനേജറിയൽ കൺട്രോൾ, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്. ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിനും ബെറ്റർ മാനേജീരിയൽ കൺട്രോളിനും നെറ്റ്വർക്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ലീഡ്സ് ടു ഇയർലി കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. ടൈം സേവ് ചെയ്യാനായിട്ടും പ്രൊജക്റ്റ് വിതിൻ ദ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദിസ് റിസൾട്ട് ഇൻ ഇയർലി റിട്ടേൺ ഓഫ് റവന്യൂ ആൻഡ് ഇൻക്രീസസ് ഇൻ പ്രോഫിറ്റ്. അപ്പം കറക്റ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ ആ പ്രൊജക്റ്റിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതനുസരിച്ച് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ ഏൺ ചെയ്യാനായിട്ടും സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് നോക്കിക്കേ. The realistic time estimates are not obtained. In the case of new and non-repetitive type project, the time estimates are more often mere guesses. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ ടൈമൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചെങ്കിലും ഈ ടൈമിനുള്ളിൽ നടക്കണം എന്നില്ല. ഈ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈമിനുള്ളിൽ നമ്മുടെ പ്രൊജക്റ്റ് നടക്കണം എന്നില്ല. അതുപോലെ പുതിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ നോൺ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ഗസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിനനുസരിച്ച് പോകണമെന്ന് നിർബന്ധമില്ല. ടൈം എന്ന് പറയുന്നൊരു എസ്റ്റിമേഷൻ മാത്രമാണ് നെറ്റ്വർക്ക് അനാലിസിസിൽ വരുമ്പോൾ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡെവലപ്പ് ക്ലിയർ ലോജിക്കൽ നെറ്റ്വർക്ക് ഇൻ സം കേസസ്. അപ്പം അടുത്ത് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള ലോജിക്കൽ നെറ്റ്വർക്ക് ചില കേസുകളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓരോന്നിനും ഇപ്പം നമുക്ക് റിസോഴ്സസ് ഒക്കെ കിട്ടാൻ ഡിലേ വരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ നെറ്റ്വർക്കിൽ പ്രോബ്ലം വരും. അപ്പം കറക്റ്റായിട്ട് ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് ചില കേസുകളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. തേർഡ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് ദ ലെവൽ ഓഫ് നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് കനോട്ട് ബി ഡിറ്റർമിൻഡ് പ്രോപ്പർലി ഇൻ സം കേസസ്. ദ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് വേരീസ് ഫ്രം പ്ലാനർ ടു പ്ലാനർ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം അടുത്ത് പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ടുള്ള നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ ആരാണോ ഈ നെറ്റ്വർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും മറ്റൊരാൾ പ്ലാൻ ചെയ്യുമ്പം വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലെവൽ ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പ്ലാനറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാനറും എന്ന് വെച്ചാൽ ആരാണോ പ്ലാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റും വെച്ചിട്ടായിരിക്കും ഓരോ നെറ്റ്വർക്കും പോകുന്നത്. അപ്പോൾ ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ഒരു നെറ്റ്വർക്ക്. അപ്പം അദ്ദേഹം ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 3 or 4 days വേണമെങ്കിൽ മറ്റൊരു പ്ലാനർ ചിലപ്പം 5 days 6 days ആയിരിക്കും പറയുന്നത്. അപ്പം പ്ലാൻ ചെയ്യുന്ന ആളുടെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നെറ്റ്വർക്ക് ടെക്നിക്കിൽ വരാറുണ്ട്. ഫോർത്ത് വൺ, ട്രെയിൻഡ് പേഴ്സണൽ നെറ്റ്വർക്ക് മെത്തഡോളജി ഈസ് നെസസറി ബട്ട് ഇറ്റ് ഈസ് ലാക്കിംഗ് ഇൻ മിനി മാനേജ്മെൻറ്റ്. അപ്പം ട്രെയിനിങ് ആവശ്യമുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇങ്ങനെ നെറ്റ്വർക്കൊക്കെ കറക്റ്റായിട്ട് സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. പക്ഷേ അതെപ്പോഴും നമുക്ക് മാനേജ്മെൻറ്റിന് കിട്ടണമെന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഈ നെറ്റ്വർക്ക് അനാലിസിസ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നെറ്റ്വർക്ക് ടെക്നിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് എന്താണെന്നും നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്നും ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊജക്റ്റിനെ നമ്മുടെ ലിമിറ്റേഷൻസിനും കൺസ്ട്രെയിൻസിനും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നതെങ്കിൽ, നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സ്കെഡ്യൂൾ ചെയ്ത് ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ടൈം സ്കെഡ്യൂൾ ചെയ്ത് കോസ്റ്റ് സ്കെഡ്യൂൾ ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന മിനിമം കോസ്റ്റിൽ ലീസ്റ്റ് ടൈമിനുള്ളിൽ അതുപോലെ അവൈലബിൾ റിസോഴ്സിനുള്ളിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് അനാലിസിസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര നമ്മൾ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ വായിച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പ്രൊജക്റ്റ് പ്ലാനിങ്ങും പ്രൊജക്റ്റ് അപ്രൈസലും പഠിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.